കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കൊലപാതകമാണ് ഹരിപ്പാടുള്ള ശിവൻകുട്ടിയുടെ കൊലപാതകം. അദ്ദേഹം ഒരു നല്ല പ്രായമുള്ള വാർദ്ധക്യത്തിലേക്ക് എത്തിയിട്ടുള്ള ഒരാളായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണം ആ കൊലപാതകത്തിന് പിന്നിൽ അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയായിട്ടുള്ള 13 വയസ്സുകാരിയാണ് എന്നുള്ളതാണ്. കൂടാതെ മറ്റു പ്രതികൾക്കൊക്കെ ഏതാണ്ട് 16-17 വയസ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടി കൊലപാതകങ്ങളൊക്കെ തന്നെ നമ്മളെ നടുക്കുന്നതാണ് എന്നുള്ളത് കൊണ്ടാണ് ആളുകളൊക്കെ തന്നെ ഇത് ചർച്ച ചെയ്യാനുള്ളൊരു കാരണം. പക്ഷേ ഈ ചർച്ച ചെയ്യുന്ന മഹാഭൂരിപക്ഷം വരുന്ന ആളുകളുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കുട്ടികളൊക്കെ തന്നെ ഒരു ദയ അർഹിക്കുന്നില്ലെന്നും അവർ യഥാർത്ഥത്തിൽ വലിയ കടുത്ത ശിക്ഷകൾ തന്നെ കിട്ടണം എന്നുള്ളതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം 16-17 വയസ്സായിട്ടുള്ള ആളുകളൊക്കെ തന്നെ വലിയ ശിക്ഷ അർഹിക്കുന്ന ആളുകളാണ്. അവരെ യഥാർത്ഥത്തിൽ മുതിർന്ന കുറ്റവാളികളെ പോലെ തന്നെ പരിഗണിക്കണം എന്ന് ആവശ്യപ്പെടണമെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചില പ്രമുഖരായിട്ടുള്ള യൂട്യൂബേഴ്സ് അടക്കമുള്ള ആളുകളും അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനിയായിട്ടുള്ള ജസ്റ്റിസ് കമാൽ പാഷ അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഇത് പറയുന്നുണ്ട്. കമാൽ പാഷ സാർ ഇത് പറയുന്നതിന് എനിക്ക് വിരോധമില്ല. കാരണം അദ്ദേഹം നിരവധി ആളുകളെ തൂക്കിലേറ്റാൻ വിധിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ പേന കുത്തിയോടിച്ചിട്ടുള്ളത് എന്നൊക്കെ തന്നെ ആളുകൾ പറയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വീക്ഷണത്തിൽ അവതരിപ്പിക്കുന്നത് ഇത് കടുത്ത ശിക്ഷ കുട്ടികൾക്ക് കൊടുക്കേണ്ട കാര്യമാണ്. പക്ഷേ 13 വയസ്സുള്ള കുട്ടിക്ക് അങ്ങനെയൊന്നും ശിക്ഷ കൊടുക്കാൻ നിയമം അനുവദിക്കുന്നില്ല എന്നുള്ളത് പറയട്ടെ. എൻ്റെ അഭിപ്രായത്തിൽ ഗവൺമെൻറ്റും അതുപോലെ തന്നെ പോലീസും ഒക്കെ തന്നെ കൂടുതൽ അനുഭാവത്തോടു കൂടി ഈ കുട്ടികളോട് പെരുമാറണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ പറയും നിങ്ങളുടെ ആരെങ്കിലും ആയിരുന്നു ഇതുപോലെ കൊല്ലപ്പെട്ടതെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നാണ്. അതൊക്കെ ശരി തന്നെയാണ്. നമുക്ക് ചിലപ്പോൾ അത്തരം വ്യക്തിപരമായിട്ടുള്ള ഇമോഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സംസാരിക്കാൻ കഴിയില്ല. പക്ഷെ അല്ലാത്ത കേസുകളിലെങ്കിലും കൃത്യമായിട്ട് ലോജിക്കലി സംസാരിക്കണമെന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നത്. ഇതിൽ ആ പെൺകുട്ടി കടന്നു വന്ന വഴികൾ, അതിൻ്റെ ജീവിതങ്ങൾ ഒക്കെ തന്നെ നമ്മളെ വല്ലാതെ കണ്ണു തുറപ്പിക്കേണ്ടതാണ്. അതിൻ്റെ അമ്മ ഒരു 2ാം വിവാഹം കഴിച്ച് പോയതിന് ശേഷം ആരുമില്ലാതായതിനു ശേഷം അത് പല വീടുകളിൽ നിന്നാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഇടയ്ക്കത് ഷെൽട്ടർ ഹോമിലൊക്കെ നിന്നിരുന്നു. ആ ഷെൽട്ടർ ഹോമിലൊക്കെ നിന്നിട്ടും അവർക്ക് യഥാർത്ഥത്തിൽ ഒരു ഷെൽട്ടറും കിട്ടിയില്ല. അപ്പോൾ അതിനൊക്കെ ശേഷം പല വീടുകളിലൊക്കെ തന്നെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയൊക്കെ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് വന്നുകൊണ്ടിരുന്നത്. ഏറ്റവും ഒടുവിൽ ആ പെൺകുട്ടി പറയുന്നുണ്ട്, എന്നെ ഇതുവരെ ആരും ഒന്നും സ്നേഹിച്ചിട്ടില്ല എന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ വളരെ കരളലിയിക്കുന്നൊരു കാര്യമാണ്. ഞാനിപ്പോൾ ഈ കേസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. എന്താണെങ്കിലും ഒരാളൊഴികെ ബാക്കിയുള്ള എല്ലാവരെയും തന്നെ പോലീസ് പിടിച്ചിട്ടുണ്ട്. സ്വർണം വിറ്റ ഒരാളെ മാത്രമായിട്ട് ഇനി കിട്ടാനുള്ളൂ എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാവരെയും തന്നെ പിടിച്ചിരുന്നു. കാരണം കൂടാതെ ഈ മുത്തച്ഛനായിട്ടുള്ള ആൾ തന്നെ പെൺകുട്ടിയോട് മോശമായി പെരുമാറി എന്നൊക്കെ പറയുന്നുണ്ട്. അതിലും വ്യക്തതയൊന്നുമില്ല. കാരണം ഇത് അദ്ദേഹം വൈകി വരുന്നതിന് വഴക്ക് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അനിയന്ത്രിതമായി ഫോൺ ഉപയോഗിക്കുന്നതിന് വഴക്ക് പറഞ്ഞിരുന്നു. അതുകൊണ്ടൊക്കെയാണോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. എന്താണെങ്കിലും പോലീസ് ഒന്ന് കണ്ടുപിടിക്കട്ടെ. 17 വയസ്സുള്ളൊരു പയ്യൻ കൂടിയുണ്ട്. ആ പയ്യൻ ഈ പെൺകുട്ടിയുടെ ലവറാണ് എന്നൊക്കെയാണ് നമ്മൾ അറിയാൻ കഴിയുന്നൊരു കാര്യം. ഈ കുട്ടികളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ പരവൂരിൽ നിന്ന് ട്രെയിൻ പിടിച്ചു വരികയും പിന്നീട് ഓട്ടോറിക്ഷയിൽ ഈ വീട്ടിലെത്തിയിട്ടുമാണ് കൃത്യം നിർവഹിച്ചിട്ടുള്ളത്. പക്ഷേ ഏതോ തരത്തിലുള്ള വലിയ ദേഷ്യം ഈ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു. കാരണം ഇദ്ദേഹത്തെ വിവസ്ത്രനാക്കി കൊലപ്പെടുത്തിയതിന് ശേഷം അതെല്ലാം തന്നെ വീഡിയോയിലൂടെ ലൈവായി എനിക്ക് കാണണം എന്നുകൂടി ഈ പെൺകുട്ടി പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്, ഇത്തരത്തിൽ ഈ സമൂഹത്തിൽ നിന്ന് അച്ഛനും അമ്മയ്ക്കും തന്നെ വലിയ കെയർ കൊടുക്കാൻ കഴിയാത്ത വളരെ ഈ പറഞ്ഞ പോലെ മോശപ്പെട്ട സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന പെൺകുട്ടികളെ സംരക്ഷിക്കാനായിട്ട് നമ്മുടെ സമൂഹത്തിനും ഗവൺമെൻറ്റിനും ഒക്കെ ഒരു ബാധ്യതകളുണ്ട്. അത് പ്രോപ്പർലി നിറവേറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. യഥാർത്ഥത്തിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ ഈ ഷെൽട്ടറുകളിൽ നിന്നൊക്കെ താമസിക്കുന്ന ആളുകൾ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടാൽ മതിയെന്ന് വിചാരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? കാരണം ഇത് കൂടുതൽ അക്കൗണ്ടബിലിറ്റി വേണ്ട, ഉത്തരവാദിത്വം വേണ്ട, കൃത്യമായി അതിൻ്റെ ജോലിക്കാർക്ക് ഇവരെ നന്നാക്കി കുറേ കൂടി എടുക്കാൻ കഴിയുന്ന, നന്നായി പഠിപ്പിക്കാൻ കഴിയുന്ന, വലിയ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റം ഗവൺമെൻറ് വളർത്തിയെടുക്കേണ്ടതുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ ഈ പറഞ്ഞ പോലെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമൊക്കെ തന്നെ ശിക്ഷിക്കപ്പെടുന്ന ആളുകളൊക്കെ തന്നെ ദുർഗുണ പരിഹാര പാഠശാല എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്കാണ് അവർ പോകുന്നത്. അവർ ദുർഗുണ പരിഹാര പാഠശാല ഉണ്ടാകുന്നുണ്ടോ, ഈ പരിഹാരം എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ, അവിടെ ഒരു തെറ്റ് ചെയ്തിട്ട് പോയ കുട്ടികൾ പിന്നെ തിരിച്ചു വരുമ്പോഴേക്കും ആരെങ്കിലും നല്ലവരായി തീരുന്നുണ്ടോ, അവർക്ക് വലിയ ജീവിത സൗകര്യങ്ങളിലോ നന്നായി പഠിച്ചോ അവരുടെ തെറ്റുകൾ മായ്ച്ചുകൊണ്ട്
അവർക്ക് കഴിയാൻ പറ്റുന്ന ജീവിത സാഹചര്യങ്ങളുണ്ടോ എന്നുള്ളത് കൂടി നമ്മളൊന്ന് ആലോചിക്കണ്ടേ. അതുപോലെ ജയിലുകളിലേക്ക് പോകുന്ന ആളുകൾ പോലും ജയിലിൽ പോയി എന്തെങ്കിലും തെറ്റുകൾ പറ്റി അല്ലെങ്കിൽ ഒരു കുറ്റം ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കിടന്ന് മാനസാന്തരം വരുന്നവർ എത്ര പേരുണ്ട് എന്ന് നമ്മളൊന്ന് ആലോചിക്കണ്ടേ. യഥാർത്ഥത്തിൽ ഇതെല്ലാം തന്നെ ഒരു കറക്ഷണൽ ഹോംസായി മാറണം. തെറ്റ് ചെയ്തവരെ ശരിയാക്കാനുള്ള ഒരു ഹോംസായി മാറണമെങ്കിൽ കുറേ കൂടി പുരോഗമനപരമായിട്ടുള്ള രാജ്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടുപഠിക്കുകയും അതിനനുസരിച്ച് നമ്മുടെ ഉദ്യോഗസ്ഥർക്കും അതുപോലെ മൊത്തം സിസ്റ്റത്തിനുമൊക്കെ തന്നെ വലിയ വ്യത്യാസങ്ങൾ വരികയും വേണം എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു വ്യത്യാസങ്ങൾ വരികയും വേണം എന്ന് ചിന്തിക്കുമ്പോഴാണ് വളരെ കൂടുതൽ ജനാധിപത്യപരമായ പുരോഗമനപരമായിട്ടുള്ള ഒരു സമൂഹം സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അല്ലാതെ നമ്മുടെ ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പല കേസുകളിലും തന്നെ അവർ വളരെ മോശപ്പെട്ട കാര്യങ്ങളും കുറ്റകൃത്യങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ പോലീസുകാർ അപ്പം തന്നെ അങ്ങോട്ട് വെടിവെച്ച് കൊന്നിട്ടുണ്ടെങ്കിൽ കയ്യടി കിട്ടും എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഈ കുറ്റവാളികളായിട്ടുള്ള ആളുകളെക്കുറിച്ച് പോലും യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഒരു പൊതുജനത്തിന് രോഷമുണ്ടാവുകയും അവരെ നന്നാക്കണമെന്നുള്ള ചിന്തയില്ലാതിരിക്കുകയും വളരെ ഉന്നതരായിട്ടുള്ള ആളുകൾ പോലും യഥാർത്ഥത്തിൽ ഒരു പൊതുജനത്തിൻ്റെ ഒരു രോഷമുണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന നിരവധി പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യവും നമ്മുടെ നാടുമൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുക? യഥാർത്ഥത്തിൽ ഒരു കുറ്റം ചെയ്യുന്ന ഒരാളെ ആ കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിൽ നിന്ന് മാറ്റുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് മാറ്റാൻ കഴിയണമെന്ന് നമ്മൾ വിചാരിക്കണ്ടേ? അങ്ങനെ വിചാരിച്ചതുകൊണ്ടാണ് ലോകത്തുള്ള മറ്റു പല രാജ്യങ്ങളും ഡെവലപ്പ് ചെയ്തത്. അവിടത്തേക്കപ്പോൾ തന്നെ പല ജയിലുകൾ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ജയിലുകൾ തന്നെ വലിയ സൗകര്യപ്രദമായിട്ടുള്ള വളരെ സുഖകരമായിട്ടുള്ള സാഹചര്യങ്ങൾ അവർ ഒരുക്കിയിട്ടുള്ളത്. ഈ എപ്സ്റ്റീൻ ഫയൽസിലെ ജെഫ്രി എപ്സ്റ്റീൻ പോലും ഒരു തവണ ജയിലിൽ കിടക്കേണ്ടി വന്നപ്പോൾ ആ ജയിലിൽ അദ്ദേഹത്തിന് 12 മണിക്കൂർ കിടക്കുകയും അവിടെ വിസിറ്റേഴ്സിനെ സ്വീകരിക്കാനും ഒരു മുറിയും റീഡിങ്ങിനുള്ള സൗകര്യങ്ങളും ബാത്റൂമും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ അത്തരത്തിൽ ഞാൻ പറഞ്ഞ ജെഫ്രി എപ്സ്റ്റീൻ്റെ കാര്യത്തിൽ അതൊന്നും അർഹിക്കുന്നതല്ല. പക്ഷെ അത്തരത്തിലുള്ള ജയിലുകൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിൽ പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ ഇപ്പോൾ മുതിർന്ന ആളുകൾ അവരെ ഇനി മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ വിചാരിക്കുന്നത് പോലെ വിചാരിക്കേണ്ട ഒരു കാര്യമല്ല. ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള നിരവധി മോശപ്പെട്ട സാഹചര്യങ്ങളിലൂടെ ആർക്കും വേണ്ടാത്തവരായി ജീവിക്കേണ്ടി വന്ന വ്യഥകളിലൂടെയൊക്കെ തന്നെ അവരെത്തിപ്പെടുന്ന ഒരു മാനസികാവസ്ഥയുണ്ട് എന്നുള്ളത് കൂടി എങ്കിലും ഒരു പൊതുസമൂഹം കൺസിഡർ ചെയ്യണം, കണക്കിലെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. യഥാർത്ഥത്തിൽ കേരളത്തിലെ ഗവൺമെൻറ്റും കൂടി വിചാരിക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ എന്തൊക്കെ പരിഷ്കാരങ്ങൾ വരുത്തണം എന്ന് നമ്മൾ വിചാരിക്കണം. ആ പരിഷ്കാരങ്ങൾ വരുത്തിക്കൊണ്ട് ഒരു ഷെൽട്ടർ ഹോംസിലോ അല്ലെങ്കിൽ ഈ പറയുന്ന കറക്ഷണൽ ഹോംസിലോ ഒക്കെ തന്നെ കൃത്യമായി വരുന്ന ഓഫീസർമാർക്ക് 100 പേരവിടേക്ക് എത്തുമ്പോൾ അതിൽ നിന്ന് 5 പേരെങ്കിലും നന്നാക്കി കുറച്ചുകൂടി മികച്ച ആളുകളാക്കി പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ടോ എന്ന് പറയുന്ന ഒരു പരിശോധനയും ഉത്തരവാദിത്വ ബോധവുമെങ്കിലും അവരിൽ നിറക്കാൻ കഴിയുന്ന ഒരു സമൂഹമുണ്ടാകണം. അതല്ലാതെ തീർച്ചയായിട്ടും ഇതിനൊക്കെ നിർബന്ധിക്കുന്ന ഒരു സമൂഹമല്ലാതെ ഇതിനൊക്കെയുള്ള ഒറ്റമൂലി എന്ന് പറയുന്നത് അവരെയും കൂടി മുതിർന്നവരെ പോലെ ശിക്ഷിക്കണമെന്നോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പേരെ വധശിക്ഷയ്ക്ക് വിധിക്കണമെന്നോ ഒക്കെ വിചാരിക്കുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ കുറച്ചുകൂടി പിന്തിരിപ്പന്മാരായി മാറിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രകടമായ ഉദാഹരണമാണ്.